പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Jesus chose solitude over people, over popularity, over fame, over fellowshipping, over ministry. മിനിസ്ട്രിയേക്കാൾ അധികമായി, പോപ്പുലാരിറ്റിയേക്കാൾ അധികമായി, ഫെയിമിനേക്കാൾ അധികം, ഇതിനേക്കാളെല്ലാം മുകളിൽ യേശു പിതാവിനോട് കൂടെ തനിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ്, ഇപ്പൊ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കാരണം 3 വർഷത്തെ മിനിസ്ട്രിക്ക് തുടങ്ങാൻ പോവാണ്. പ്രധാനപ്പെട്ട ഒരു ടാസ്കിന് മുമ്പായി പ്രാർത്ഥിക്കുക, അത് യേശു കാണിച്ചെന്ന മാതൃകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ടാസ്ക് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. പിന്നെ വലിയൊരു അധ്വാനം കഴിഞ്ഞ്, വലിയ മിനിസ്ട്രി കഴിഞ്ഞ്, ഇപ്പം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ് അവർ ചെയ്തത്. യേശുവും ശിഷ്യന്മാരും എല്ലാം ആ ഹാർഡ് വർക്കിന് ശേഷം യേശു എന്ത് ചെയ്യാണ്, ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ യേശു ആ ഹാർഡ് വർക്കിന് ശേഷം പോയി കിടന്ന് ഉറങ്ങല്ല, പ്രാർത്ഥിക്കുകയാണ്. വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. യേശുവിനെ സംബന്ധിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയാണ്. പകലത്തെ അതിഭയങ്കര മിനിസ്ട്രിക്ക് ശേഷം രാത്രി പോയി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണാൻ പറ്റുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം. തൻ്റെ കസിനാണ് യോഹന്നാൻ സ്നാപകൻ. നമുക്കറിയാം, യേശുവിന്റെ അമ്മ മറിയയുടെ ചാർച്ചക്കാരിയാണ് എലിശബത്ത്. എലിശബത്തിന്റെ മകനാണ് സ്നാപയോന്നാൻ. ക്ലോസ് റിലേറ്റീവ് ആണ്, അത്ര ബന്ധമുണ്ട്. ചെറുപ്പം മുതല് യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് എലിശബയുടെ ഉദരത്തിൽ കിടന്ന് തുള്ളിയ ആളാണ് യോഹന്നാൻ. അപ്പൊ തന്റെ മുന്നോട്ടക്കാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, തന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, ഏറ്റവും അടുത്ത സ്വന്തക്കാരനാണ്. ബന്ധമല്ല, സ്വന്തമാണ്. അപ്പൊ ആ ക്ലോസ് റിലേറ്റീവ് ആണ്. ആ യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ടു. മരണം നമുക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ലോസ്, ഗ്രീഫാണ്, വലിയ ദുഃഖത്തിന്റെ സന്ദർഭമാണ് യേശു കർത്താവിന് ഉണ്ടാകുന്നത്. ഇപ്പൊ തന്റെ കസിൻ ഇപ്പോൾ എന്ത് ചെയ്തു? കസിൻ കൊല്ലപ്പെട്ടു. ഇവിടെ നിങ്ങൾ വായിക്കുക, മത്തായി സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു. കാരണം തല വെട്ടിക്കൊണ്ടുപോയി. ഉടലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. 13-ാം വാക്യം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ഭയങ്കര ഒരു ദുഃഖം ഉണ്ടായി. ഇറ്റ്സ് എ ട്രാജഡി. ദൈവത്തെ ദൂഷിക്കാനോ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ വാളുമെടുത്തെന്ന ഹെറോദാവിനെ കൊന്നേക്കാം, അങ്ങനെ നമ്മൾ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ നഷ്ടങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ വ്യഥകളിൽ, അത് ഒരു പ്രോബ്ലമാണ്. ദാറ്റ്സ് യുവർ പ്രോബ്ലം. പക്ഷേ ആ പ്രോബ്ലത്തെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ എക്സാമ്പിൾ? പ്രോബ്ലം വന്നു, എക്സാമ്പിൾ യേശു ആണ്. യേശു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. സോ ദാറ്റ് ഈസ് അവർ എക്സാമ്പിൾ. അപ്പൊ നമ്മുടെ എക്സാമ്പിള് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ദൗത്യത്തിന് മുമ്പായിട്ട് യേശു പ്രാർത്ഥിച്ചു. വലിയ അധ്വാനത്തിന് ശേഷം യേശു, വലിയ വർക്ക്, അതിനുശേഷം യേശു പ്രാർത്ഥിച്ചു. ദുഃഖം വന്ന സമയത്ത് യേശു പ്രാർത്ഥിച്ചു. പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടതിന് മുമ്പായിട്ട് യേശു പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് കാണാം. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ എടുത്തിട്ട് വായിച്ചാൽ മതി, 12 മുതൽ. അതേ കാര്യം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 12 നിങ്ങൾ വായിക്കുമ്പം ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കുകയാണ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ. ധാരാളം അനുയായികളുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ. ദൈവത്തിന്റെ പുത്രനാണ്, എംബോഡിമെന്റ് ഓഫ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആണ്. അതായത് ജ്ഞാനത്തിന്റെ ആൾരൂപമാണ്. ജ്ഞാനം ജഡരൂപപ്പെട്ട് നിൽക്കുകയാണ്.
ആ വിസ്ഡത്തിന്റെ എംപോഡിമെന്റ് ഓഫ് ദ വിസ്ഡം ആയിട്ട് പോലും യേശു എന്ത് ചെയ്യാണ്? ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബിക്കോസ് ഹി ഹാഡ് ടു ലീവ് ആൻ എക്സാമ്പിൾ ഫോർ അസ്. നമുക്കൊരു മാതൃക വെക്കുകയാണ്. എന്തിനാണ്? വി ഹാവ് ടു ഫോളോ ദാറ്റ് ഫുഡ് സ്റ്റെപ്സ്. എൻ്റെ ഉള്ളം കലങ്ങിയപ്പോൾ, വ്യഥ വന്നപ്പോൾ, വലിയ പോരാട്ടം ഉണ്ടാകുകയാണ്. എൻ്റെ ഉള്ളം അതിദുഃഖിതമായിരിക്കുന്നു. താൻ തന്നെ പ്രസ്താവിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 22 അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ടൈം ഓഫ് ഡിസ്ട്രസ്. യേശു കർത്താവ് അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഗതസമന തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ഉണ്ടാക്കുവോ, എങ്ങനെ അവനെ കുത്തണം, ചാണ്ടണം, ഇതൊന്നുമല്ല. He spent time in prayer. His focus was on prayer. He is our example. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന്റെ ഒരു പതിവായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇനി ഞാൻ ഷിബു പീഡിയക്കൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.